3 മാസം പിന്നിട്ടിട്ടും മുടങ്ങാതെ കത്തുന്ന നരകത്തീയിൽ വെന്ത് നീറുകയാണ് ഇന്നും ഗാസ. ഒക്ടോബർ 7-ന് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഗാസയിലെ ഓരോ 100 പേരിലും ഒരാൾ വീതം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ആകെ 22,835 പേർ കൊല്ലപ്പെട്ടതായി തിങ്കളാഴ്ച റാമല്ലയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അതിന്റെ ദൈനംദിന അപ്ഡേറ്റിൽ അറിയിച്ചു. ഇത്തരമൊരു ഞെട്ടിക്കുന്ന മരണസംഖ്യ അർത്ഥമാക്കുന്നത് യുദ്ധത്തിന് മുമ്പുള്ള ഗാസയിലെ മൊത്തം ജനസംഖ്യയായ 2.27 ദശലക്ഷം മനുഷ്യരിൽ 1% ഇപ്പോൾ തുടച്ചു നീക്കപ്പെട്ടു എന്നാണ്. മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 58,416 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതായത് 40 ഗാസക്കാരിൽ ഒരാൾക്ക് ഇപ്പോൾ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നർത്ഥം. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ മുനമ്പിലെ ആശുപത്രികളിൽ നിന്നാണ് മന്ത്രാലയം അതിന്റെ ഡാറ്റ തയ്യാറാക്കുന്നത്. കഴിഞ്ഞ മാസം ഇസ്രായേലി സേന ഓരോ ഹമാസ് പോരാളിക്കും വേണ്ടി 2 പലസ്തീൻ സിവിലിയന്മാരെ കൊന്നതായി വിശ്വസിക്കുന്നതായി വെളിപ്പെടുത്തി. ഈ അനുപാതത്തെ ഇസ്രായേലി സേനാ വക്താവ് വിശേഷിപ്പിച്ചത് വളരെ പോസിറ്റീവാണ് എന്നാണ്. മരിച്ചവരിൽ 8,000-ലധികം പേർ തീവ്രവാദികളാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ സേന അതിന്റെ തിരിച്ചടി ആരംഭിച്ചു. ഹമാസ് തങ്ങളുടെ ആക്രമണത്തിൽ 1,200-ലധികം സാധാരണക്കാരായ ഇസ്രായേലികളെ കൊല്ലുകയും 200ഓളം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികൾക്ക് പകരമായി ബന്ദികളാക്കിയ ചിലരെ വെടിനിർത്തൽ കാലയളവിൽ ഹമാസ് മോചിപ്പിച്ചു. കഴിഞ്ഞയാഴ്ചയിലെ കണക്കനുസരിച്ച് ഒക്ടോബർ 7 മുതൽ 132 ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ തടവിലാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സർക്കാർ വിശ്വസിക്കുന്നത്. അവരിൽ ഡസൻ കണക്കിന് ആളുകൾ മരിച്ചുവെന്നാണ് കരുതുന്നതെന്ന് ഇസ്രായേലി വക്താവ് പറഞ്ഞു. ഇതിനിടെ മരിച്ചവരിൽ 5,300-ലധികം സ്ത്രീകളും 9,000-ലധികം കുട്ടികളുമുണ്ടെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യുനിസെഫിന്റെ കണക്കനുസരിച്ച് ഗാസയിലെ യുദ്ധത്തിനു മുമ്പുള്ള കുട്ടികളുടെ ജനസംഖ്യ ഏകദേശം 1.1 ദശലക്ഷമായതിനാൽ ഗാസയിൽ താമസിച്ചിരുന്ന ഏകദേശം 120 കുട്ടികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇതിനർത്ഥം. അന്താരാഷ്ട്ര സംഘടനയായ സേവ് ദ ചിൽഡ്രൻ പുറത്തുവിട്ട പ്രത്യേക സ്ഥിതിവിവര കണക്കിൽ ഒക്ടോബർ മുതൽ ഗാസയിൽ പ്രതിദിനം ശരാശരി 10-ലധികം കുട്ടികളുടെ 1-2 കാലുകൾ നഷ്ടപ്പെട്ടതായി പറയുന്നുണ്ട്. ഗാസയ്ക്കുള്ളിലെ മാനുഷിക പ്രതിസന്ധി ഇപ്പോൾ വളരെ ആഴത്തിലുള്ളതാണെന്ന് അന്താരാഷ്ട്ര സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും അവയൊന്നും മുഖവിലക്കെടുക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ആളുകൾ പട്ടിണി മൂലം മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും അവഗണിക്കപ്പെടുകയാണ്. UN റിലീഫ് ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം 90% ഗാസ നിവാസികളും ഇതിനകം പലായനം ചെയ്യപ്പെട്ടു എന്നാണ് വ്യക്തമാവുന്നത്. ഗാസയിലെ ജനങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന അളവിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അഭിമുഖീകരിക്കുന്നതിനാൽ പട്ടിണി ഗുരുതരമാവുകയാണെന്ന് കഴിഞ്ഞ മാസം യുനിസെഫ് പ്രസ്താവന ഇറക്കി. അതുപ്രകാരം ഏറ്റവും ചെറിയ കുട്ടികളാണ് പട്ടിണിയുടെ ഏറ്റവും വലിയ ഇരകൾ എന്ന് ചൂണ്ടിക്കാട്ടി. വരും ആഴ്ചകളിൽ 5 വയസ്സിൽ താഴെയുള്ള 10,000 കുട്ടികളെങ്കിലും ജീവന് ഭീഷണിയായ പോഷകാഹാരക്കുറവ് അനുഭവിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. തെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ശുചിത്വത്തിന്റെ അഭാവം കാരണം പകർച്ചവ്യാധികൾക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാണെന്നും രേഖ ആശങ്കപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ എളുപ്പത്തിൽ ഭേദമാക്കാവുന്ന രോഗങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായ മെഡിക്കൽ ഉപകരണങ്ങളുടെ അഭാവം കാരണം മാരകമായി കൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതിന്റെ സമ്പൂർണ്ണ അനിവാര്യതയിലേക്ക് ഇസ്രായേൽ സർക്കാരിനെ പ്രേരിപ്പിക്കാൻ താൻ പദ്ധതിയിടുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കി. യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തേക്ക് മനുഷ്യത്വപരമായ സഹായം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുമെന്നും ഗാസയിലെ അവരുടെ സൈനിക നടപടിയുടെ ഭാവി നീക്കത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുമെന്നും ബ്ലിങ്കൻ പറഞ്ഞു. നരഹത്യയുടെ ആസുരതയിൽ ഗാസ ശവപ്പറമ്പായി കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലി ഭരണകൂടത്തോട് അരുത് കാട്ടാള എന്ന് പറയാൻ അന്താരാഷ്ട്ര സംഘടനകൾക്കും അതിശക്ത രാജ്യങ്ങൾക്കും കെൽപ്പുപോരാ എന്നതാണ് ഏറ്റവും ഖേദകരം.